വിവാദങ്ങൾ പല രൂപത്തിൽ വരുന്നു. ആ വിവാദങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കാൻ മുന്നണികൾ ശ്രമിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പല വിഷയങ്ങളും യു ഡി എഫിന് മേലൊരു ബാധ്യതയായിട്ട് വന്ന് വീഴുന്നതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ജനകീയ വിഷയങ്ങളും സർക്കാരിൻ്റെ ഭരണവും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടിടത്തു നിന്നും ഈ നിലമ്പൂരിലെ വിഷയത്തെ ഈ രീതിയിൽ വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടത് ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ആദ്യം വിവാദമായിട്ട് വരുന്നത് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്? കെ സി വേണുഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. പെൻഷൻ ഒരു തെരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ്, പെൻഷൻ കുടിശ്ശിക എന്ന് തന്നെ പറയണം, അതിൽ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. പെൻഷൻ കൊടുക്കുന്നതല്ല, പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കുന്നത്. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ അത് വിവാദമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ പെൻഷൻ കുടിശ്ശിക കൊടുത്തത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കി മാറ്റാൻ CPM ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. കാര്യം 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് വീട്ടിലെത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപനം വരുന്നതിന് മുൻപാണ് കൊടുത്തത്. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ ഈ പെൻഷൻ ഒരു തിരിച്ചടിയാകുമെന്ന് ഭയന്ന് കെ സി വേണുഗോപാൽ നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. 62 കുടുംബങ്ങൾക്കാണ് 1600 രൂപ എന്ന നിലയിൽ പെൻഷൻ കിട്ടുന്നത് എന്ന വാസ്തവം നിലവിലിരിക്കെ പെൻഷൻ ഒരു ചർച്ചയായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നാൽ അത് കോൺഗ്രസ്സുകാർക്കും അറിയാവുന്ന വിഷയമാണ്. അല്ലല്ല, നോക്കൂ, ഗുണഭോക്താക്കൾ കൈക്കൂലി എന്ന് പറഞ്ഞാൽ എന്താണ് സുജയ? കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വാങ്ങിയവരാരായി? അതാണ് ചോദ്യം. ഇവിടെ നോക്കൂ, കൈക്കൂലി കൊടുക്കുന്നത് ആരാണ്? കൈക്കൂലി കൊടുക്കുന്നത് സർക്കാരും കൈക്കൂലി വാങ്ങുന്നത് വോട്ടർമാരും എന്ന അർത്ഥത്തിലല്ലേ വ്യാഖ്യാനിക്കപ്പെടും.